ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വിശ്വാസിയുടെ നിർമ്മലമായ കാര്യങ്ങൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര നിർമ്മലമായ ഹൃദയമുള്ളവനാണ്, അവൻ്റെ നടപ്പ് എത്ര നിർമ്മലമാണ്, അവൻ്റെ കൈവേലകൾ എത്ര നിർമ്മലമാണ്, അവൻ്റെ ശരീരം എത്ര നിർമ്മലമാണ്, അവൻ്റെ മനസ്സ് അഥവാ മനസാക്ഷി എത്ര നിർമ്മലമാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും അവൻ്റെ പുനരുത്ഥാന സമയത്തുള്ള ന്യായവിധി എന്ന് ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടതുണ്ട്. ന്യായവിധി ഉണ്ടാകാതിരിക്കണമെങ്കിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വാസം ഉറപ്പിക്കണം. നിർമ്മലമായ ജീവിതം നയിക്കുന്നതിനായി തിരുവചനം നമ്മോട് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 51 സങ്കീർത്തനം 10 വാക്യത്തിൽ പ്രകാരം പറയുന്നു, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ ശിക്ഷിച്ചു, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന്. നിർമ്മലമായ ഹൃദയം നമുക്ക് വേണമെങ്കിൽ സ്ഥിരമായ വ്യതിചലിക്കാത്ത ഒരു മനസ്സ്, ആത്മാവ് നമുക്ക് വേണം. അതിനായി നാം പ്രവർത്തിക്കണം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നിർമ്മലമായ നടപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്, നിന്റെ വചനപ്രകാരം ബാലൻ തൻ്റെ നടപ്പിനെ സൂക്ഷിക്കുന്നത് കൊണ്ട് അവൻ നിർമ്മലനായിരിക്കുന്നു എന്നാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിർമ്മല മനസ്സാക്ഷി നമുക്ക് ഉണ്ടായിരിക്കണം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തീമോത്തിയോസിനോട് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നുവെന്നാണ് ഇവിടെ തിമോത്തിയോസിനെ പ്രശംസിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ചെയ്യുന്നത്. പൂർവ്വപിതാക്കന്മാർ കാട്ടിത്തന്ന ദൃഷ്ടാന്തങ്ങൾ അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ പൗലോസ് ശ്ലീഹ ദൈവത്തെ ആരാധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വിശ്വാസം നമുക്കുണ്ടോ? അതാണ് നാം ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ തന്നെ പരിശോധിക്കേണ്ടത്. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് നിർമ്മലനായി കാത്ത് കൊള്ളുവാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. നിർമ്മലനായി നമ്മെ തന്നെ കാത്തുകൊള്ളുവാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. തീമോത്തിയോസിനോട് പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു ഭാഗമുണ്ട്, യാതൊരുത്തിൻ്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത്, അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകുകയും അരുത്, നിന്നെ തന്നെ നിർമ്മലനാക്കിക്കൊള്ളുക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മളുടെ കോപത്തെ അടക്കി ശാന്തമായി ദൈവത്തിൽ ആശ്രയിച്ചാൽ മറ്റുള്ളവരുടെ പാപത്തിൻ്റെ പങ്കാളികൾ ആകാതിരിക്കുവാൻ നമുക്ക് സാധിക്കും. നാം നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ചാൽ മാത്രമേ നിർമ്മലമായ ഒരു ഹൃദയം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. നിർമ്മലമായ ഒരു നടപ്പ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ചെയ്തികളെ ഒന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിർമ്മലമായ മനസാക്ഷി നമുക്ക് ഉണ്ടാകണമെങ്കിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. ഗലാത്യർ 5:22-23 ആദ്യത്തിലും പറയുന്നതായ ഭാഗം നമുക്ക് ഏവർക്കും അറിയാം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇതൊക്കെയും നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം. അതായത് ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നല്ലൊരു വിശ്വാസിയായിട്ട് നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കത്തുള്ളൂ. നിർമ്മലനായി ഇതൊക്കെയും കാത്തു സൂക്ഷിക്കുവാനുള്ള മനസ്സ് ഉണ്ടാകണമെങ്കിൽ നാം ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇതൊക്കെയും സാക്ഷാത്കരിക്കുന്നതിനായി നാം ദൈവത്തെ ശരിക്കും ആശ്രയിക്കേണ്ടതുണ്ട്. ആശ്രയിച്ചെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിയുടെ നിർമ്മലമായ മനസ്സോടുകൂടി അവൻ നമ്മെ കാണിച്ചു തന്നതായ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ഒരു നിർമ്മലമായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർമ്മലമായ ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ദൈവം കാണിച്ചു തന്നതായ, നമ്മുടെ പിതാക്കന്മാർ നമ്മളെ ഓർപ്പിച്ചതായ, നമ്മുടെ മേൽപ്പട്ടക്കാരും നമ്മുടെ ആചാര്യശ്രേഷ്ഠന്മാരും നമ്മെ സമയാസമയങ്ങളിൽ പറഞ്ഞു തരുന്നതായ കാര്യങ്ങളൊക്കെയും
നമ്മൾ അതിന് പ്രകാരം പാലിക്കുന്നുവെങ്കിൽ മാത്രമേ ന്യായവിധിയില്ലാത്ത ഒരു അന്ത്യം, ഒരവസാനം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. അതായത് ഈ ലോകത്തിൽ വെച്ച് നാം സ്വീകരിച്ചതായ 2 കിരീടങ്ങൾക്ക് അലാവ മൂന്നാമത്തെ നിത്യതയിലെ കിരീടം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിർമ്മലമായ ഒരു ഹൃദയത്തോടുകൂടി ഈ ലോകത്തിൽ നാം ജീവിക്കേണ്ടതുണ്ട്. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.